സ്വകാര്യ ബസ് തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന സർക്കാരിന്റെ അശാസ്ത്രീയ നടപടികൾ തിരുത്തി ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന് BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവേങ്കിടം ആവശ്യപ്പെട്ടു. ബദൽ സംവിധാനങ്ങൾ ഇല്ലാതെ സൗജന്യ ബസ് യാത്ര പദ്ധതി നടപ്പിലാക്കിയത് മൂലം പൊതുഗതാഗത സ്വകാര്യ ബസ് മേഖല വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിനാൽ സർക്കാർ പൊതുഗതാഗത മേഖലയിലെ വാഹനങ്ങൾക്ക് ഇന്ധന സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഈ മേഖലയെ നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BMS ബസ് തൊഴിലാളികൾ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ച സമരത്തിൽ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി K ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ ജയൻ കോലാരി, സന്തോഷ് ചേലക്കര, NK മോഹനൻ, AC കണ്ണൻ, ശ്രീവാസ്, BMS തൃശൂർ മേഖലാ പ്രസിഡന്റ് MK നരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളികളായിരുന്നു മോട്ടോർ വ്യവസായം. അത് മിനി മോട്ടോറായാലും ഓട്ടോറിക്ഷയായാലും ATM-ായാലും എല്ലാവരും ലക്ഷക്കണക്കിനുള്ള തൊഴിലാളികൾ ഈ മേഖലയെ ആശ്രയിച്ചുകൊണ്ട് നേരിട്ട് ഇരിക്കുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ പല സംഭവവികാസങ്ങളും ഈ മോട്ടോർ തൊഴിൽ മേഖലയ്ക്ക് വളരെയധികം ഗുരുതരമായ സുരക്ഷ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്തസഭാസം പറഞ്ഞു കോവിഡ് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം 20,000 താഴെ വരുന്ന മോട്ടോർ വാഹനങ്ങൾ ബസ്സുകൾ നമ്മുടെ കേരളത്തിന്റെ നിരത്തുകളിൽ ഓടിയുണ്ട്. പക്ഷേ ഇന്ന് ആ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഏകദേശം 7,000-ഓളം വരുന്ന ബസ്സുകൾ മാത്രമാണ് ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലെല്ലാം പൂർണ്ണമായും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 60%-70% വരുന്ന ബസ്സുകൾ ഇന്ന് നിരത്തിൽ നിന്ന് മാറി ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ മറ്റു മേഖലയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നത്തെ പുതിയ സ്ഥിതിവിശേഷത്തിൽ ഒരു മാസമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് മോട്ടോർ വ്യവസായ മേഖല, ബസ് വ്യവസായ മേഖല കൂട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പത്രങ്ങളിലും മാധ്യമങ്ങളിലോ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ ബസ്സുകളും വളരെ ആ ഓട്ടോ ബസ്സുകളുടെ ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്ഥിതിവിശേഷത്തെ കാരണം? കേരളത്തിലെ മോട്ടോർ വ്യവസായ മേഖലയിൽ അശാസ്ത്രീയമായ